ഹലോ ഹായ് നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് തയ്യൽ ക്ഷേമനിധി അടയ്ക്കുന്നത് എങ്ങനെയെന്നാണ്. അതായത് മിക്ക ആൾക്കാരും ഒരു വർഷത്തെ പൈസ ഒന്നിച്ചാണ് അടയ്ക്കുന്നത്. ചിലർ 6 മാസത്തെ, അത് അവരവരുടെ കയ്യിലുള്ളതുപോലെ. അപ്പോൾ അതെങ്ങനെയാണ് ഓൺലൈൻ വഴി അടയ്ക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിനായി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗൂഗിളിൽ കേരള ടൈലറിംഗ് വെൽഫെയർ ബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് നൽകുക. അപ്പോൾ നമുക്ക് കേരള ടൈലറിംഗ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് എന്നും പറഞ്ഞുള്ളൊരു ഓപ്ഷനോട് കൂടിയ വിൻഡോ ഓപ്പൺ ആകും. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ, അതായത് കേരള ടൈലറിംഗ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡ് എന്നുള്ളൊരു വിൻഡോയിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. അതിൽ വലതുവശത്തായി ഓൺലൈൻ സർവീസസ് എന്നും പറഞ്ഞ് ഉള്ള ഓൺലൈൻ സർവീസസ് എഴുതിയതിന് തൊട്ട് താഴെ കുറേ ഓപ്ഷൻസ് കാണാം. അതിൽ ആദ്യത്തെ ഓപ്ഷൻ പ്രൊഫൈൽ ആൻഡ് ഓൺലൈൻ പേയ്മെന്റ് ഒന്നില്ലെങ്കിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ, അതായത് നമ്മുടെ മെമ്പർ പ്രൊഫൈൽ ആൻഡ് ഓൺലൈൻ പേയ്മെന്റ് എന്നുള്ള എഴുത്തോടു കൂടിയ ഒരു വിൻഡോയാണ് ഓപ്പണായി വരുന്നത്. ആ വിൻഡോയിൽ തയ്യൽ ക്ഷേമനിധിയിലെ മെമ്പർഷിപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകുക. നമ്മുടെ മെമ്പർഷിപ്പ് നമ്പർ ടൈപ്പ് ചെയ്ത് നൽകി കഴിഞ്ഞിട്ട് തൊട്ടടുത്തായി സെൻഡ് OTP എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഈ തയ്യൽ ക്ഷേമനിധിയിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിലേക്ക്, അതായത് ഫോൺ നമ്പറിൽ ലാസ്റ്റ് 4 അക്കം കാണിക്കും, അതിലേക്ക് OTP സെൻഡ് ആവും. ആ OTP നമ്മൾ താഴത്തെ ബോക്സ് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം ഷോ പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. OTP കിട്ടിയില്ലെങ്കിൽ തൊട്ട് താഴെ OTP വീണ്ടും നൽകാനുള്ള ഓപ്ഷൻ ഉണ്ട്. അഥവാ നമുക്ക് OTP വന്നില്ലെങ്കിൽ വീണ്ടും OTP റീസെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ ക്ലിക്ക് ഹിയർ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം OTP നൽകിയതിനു ശേഷം ഷോ പ്രൊഫൈൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന വിൻഡോയിൽ നമ്മളുടെ പേരും അഡ്രസ്സും ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും അടങ്ങുന്ന ഒരു വിൻഡോയാണ്. അവിടെ തൊട്ട് താഴെ നമ്മുടെ മെമ്പർഷിപ്പ് ഡീറ്റെയിൽസ് ഉണ്ട്. അതായത് നമ്മുടെ കോൺട്രിബ്യൂഷൻ എമൗണ്ട്, അങ്ങനെ രജിസ്ട്രേഷൻ ഫീ, ഡ്യൂപ്ലിക്കേറ്റ് പാസ്ബുക്ക്, അങ്ങനെ കുറെ കാണിക്കുന്ന കാര്യങ്ങൾ. അവിടെ നമുക്ക് എത്ര രൂപയാണെന്ന് ഓട്ടോമാറ്റിക് കാണിക്കത്തില്ല. ചിലപ്പോൾ ഇതിൽ കാണിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലായിരിക്കും നമുക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ എത്ര രൂപയാണെന്ന് നമ്മൾ തന്നെ എമൗണ്ട് ടു പേ എന്നുള്ളിടത്ത് ടൈപ്പ് ചെയ്ത് നൽകുക. അതിനുശേഷം തൊട്ട് താഴെയായി കാണുന്ന പേയ്മെന്റ് ഓപ്ഷൻസിൽ ഏതാന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് HDFC ബാങ്ക് എന്നുള്ള ഓപ്ഷനാണ്. അതിന്റെ തൊട്ടടുത്ത് ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിന്റെ തൊട്ട് താഴെ പേയ്മെന്റ് അടയ്ക്കുന്നതിനുള്ള IDBI ബാങ്ക്, ഫെഡറൽ ബാങ്ക്, HDFC ബാങ്ക്, അങ്ങനെ കാണിക്കുന്ന കുറെ ബാങ്കുകളുടെ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഏതാണ് പേയ്മെന്റ് അടയ്ക്കുന്നതിനോ തിരഞ്ഞെടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴത്തെ പേ നൗ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ് ആണോ, നെറ്റ് ബാങ്കിങ് ആണോ, UPI ആണോ, ഏത് വഴിയാണ് പേയ്മെന്റ് അടയ്ക്കുന്നതെന്ന് വെച്ചാൽ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാൻ UPI ആണ് സെലക്ട് ചെയ്തത്. അതായത് QR കോഡ് സ്കാൻ ചെയ്ത് ചെയ്യുന്നതാണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പം. ഞാൻ അതുകൊണ്ട് അതാണ് ക്ലിക്ക് ചെയ്യുന്നത്. ജനറേറ്റ് QR കോഡ് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഗൂഗിൾ പേ ഉള്ളവരാണെങ്കിൽ QR കോഡ് വഴി പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. അതല്ല കാർഡ് പേയ്മെന്റ് ആണെങ്കിൽ നിങ്ങളുടെ കാർഡ് ഡീറ്റെയിൽസ്, കാർഡ് ഓണറുടെ പേര് എല്ലാം അടിച്ച് നമ്മുടെ ഫോണിലേക്ക് OTP വരും. അത് ടൈപ്പ് ചെയ്ത് നൽകുക. ഏതാന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉചിതമായത് തിരഞ്ഞെടുക്കാം. ഇത്രയുമായി കഴിയുമ്പോൾ നിങ്ങളുടെ തയ്യൽ ക്ഷേമനിധിയിൽ ഫീസ് അടച്ചതിൻ്റെ ഒരു നിങ്ങളുടെ പേയ്മെന്റ് അടച്ചതിൻ്റെ ഒരു റെസിപ്റ്റ് ലഭ്യമാവുന്നതാണ്. അത് പ്രിന്റ് എടുത്തോ കമ്പ്യൂട്ടറിലോ മൊബൈലിലോ സേവ് ചെയ്തോ ഉപയോഗിക്കാവുന്നതാണ്.